ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? രാവിലത്തെ നേരം ദോശമാവ് ഒന്നുമില്ല, ചപ്പാത്തി ഉണ്ടാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിക്കോളോട്ടെ. സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ റെഡിയാക്കി കൊടുക്കാനും പറ്റും. 3/4 കപ്പ് റവ എടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത റവ മാറ്റി വെക്കാം. വേറൊരു ബൗളിലേക്ക് ഒരു സവോള നീളനെ കനം കുറച്ച് മുറിച്ചത്, 2 പച്ചമുളക് എല്ലാം ചെറുതായിട്ട് മുറിച്ചേക്കണതാണ് കേട്ടോ, 1 ക്യാരറ്റ്, കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ കറുത്ത എള്ള്, കുറച്ച് നാളികേരം ചിരകിയത്, 1/4 കപ്പ് തൈര്, ആവശ്യത്തിന് പുളിയുള്ളതാട്ട, 1 ടേബിൾ സ്പൂൺ ഓയിൽ, പൊടിച്ച് വെച്ചേക്കണ റവ, 1/4 കപ്പ് ഫൈൻ അരിപ്പൊടി. എല്ലാം കൂടി ഫസ്റ്റ് മിക്സ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി. തൈരിൽ തന്നെ കുഴച്ച് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം വേണം. തളിച്ച് കൊടുത്തിട്ട് നല്ല കട്ടിയുള്ള ഡോവാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, കുറേശ്ശെ തളിച്ച് കൊടുത്താൽ മതി. ഒരു ഡോവാക്കി എടുത്തിട്ട് ഇപ്പൊ നമുക്ക് അമർത്തി നോക്കുമ്പോൾ കയ്യിൽ കുറേശ്ശെ ഒട്ടണ പോലെ തോന്നും. 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ചും കൂടി മാവ് നല്ല കട്ടി ആയിക്കോളൂട്ട. അപ്പൊ കറക്റ്റ് പാകം കിട്ടും. ഇങ്ങനെ നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കും. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഒന്നും കൂടി ഒന്ന് കുഴച്ച് നോക്കാം. വല്ലാണ്ട് കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം തളിച്ച് കുഴച്ചാൽ മതി. പരത്താനായിട്ട് ഒരു ഇല എടുത്തിട്ടുണ്ട്. ഇല ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്താലും മതി. അതിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പരത്തുമ്പോൾ കുറേശ്ശെ വെള്ളം തൊട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പൊ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. മാവ് കുറച്ച് കൂടുതൽ തന്നെ വെച്ചോളൂ. പരത്തുമ്പോൾ കുറേശ്ശെ വെള്ളം തൊട്ട് പരത്തുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. ഒരെണ്ണം നമ്മൾ പരത്തി എടുത്തുട്ട. ഒരെണ്ണം റെഡി ആവണ സമയത്ത് നമുക്ക് അടുത്തത് പരത്തിയാൽ മതി. ദോശക്കല്ലിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എണ്ണയിലേക്ക് കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ സ്പ്രെഡ് ചെയ്തിട്ടോളൂ, എല്ലായിടത്തും ആവാൻ പാകത്തിന്. റെഡിയാക്കി വെച്ചേക്കണേ ബാറ്റർ ഇതിൽ വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടാവുമ്പോൾ ഇല തന്നെ വിട്ടുപോരൂട്ട. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അങ്ങനെ നമുക്ക് വിട്ടുപോരും. 2 ഭാഗം തിരിച്ചും മറച്ചു വിട്ട് ചുട്ടെടുക്കാം. കുറേശ്ശെ കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മുകൾ ഭാഗത്ത് കുറച്ച് എണ്ണ തേച്ചിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടിഭാഗം റെഡിയാക്കി എടുക്കാം. ഒരെണ്ണം റെഡി ആയിട്ടാ ഇത് പാനിൽ നിന്ന് മാറ്റാം. അടുത്തത് റെഡിയാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് എള്ളിട്ടതിന് ശേഷം നമുക്ക് ബാറ്റർ വെച്ച് കൊടുത്താൽ മതി. എള്ള് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്താൽ മതിയിട്ട് അങ്ങനെ ബാറ്റർ വെച്ച് കൊടുക്കാം നമുക്ക്. അതേപോലെ തന്നെ ഇതും തിരിച്ചും മറിച്ചും ഇട്ട് റെഡിയാക്കി എടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തു. ഞാൻ എടുത്ത അളവിന് എനിക്ക് 4 എണ്ണമാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. എപ്പോഴും ഇഡ്ഡലി, ദോശ, പുട്ട്, ചപ്പാത്തി റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് റെഡിയാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.